ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്ലിംഗ് ബിസിനസ്സിൻ്റെ ഐഡിയ ആണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് നമ്മളെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്ലിംഗ് ചെയ്ത് മുൻപത്തെ വീഡിയോയിൽ നമുക്കൊരു 4 രൂപ 5 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ഈ രീതിയിൽ നമ്മൾ റീസൈക്ലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 100 റുപ്പീസ് പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പ്രസൻറ്റ്ലി എല്ലാവരും ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമ്മൾ ബെയിൽ ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷ്രെഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ പുറത്തുള്ള കമ്പനികൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അവരുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഇപ്പം നമ്മൾ 24 hours നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം നമുക്കെന്താ വെച്ചാൽ ഒരു 5 രൂപ 6 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ 4 രൂപ 5 രൂപ എന്നുള്ള ഒരു പ്ലേസിൽ നിന്നിട്ട് ഒരു 100 റുപ്പീസ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഐഡിയ ആണെന്ന് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഷ്രെഡ് ചെയ്തതിന് ശേഷം, അതായത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്കിത് ഫൈബർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫൈബർ ഫോം എന്ന് പറയുമ്പോൾ ചെറിയ നമുക്കിപ്പോൾ പഞ്ഞി പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സോഫ്റ്റ് ടോയ്സിലും അതുപോലെ തന്നെ പില്ലോകളിലും ബെഡുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പൊടിച്ച പ്ലാസ്റ്റിക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ ഫൈബർ ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിക്കുന്നതിനും അതുപോലെ തന്നെ വാഷ് ചെയ്യുന്നതിനും ഈ ഫൈബർ ആക്കുന്നതിനും കൂടിയിട്ട് ടോട്ടലി നമുക്കൊരു 16 ലക്ഷം 17 ലക്ഷം നമുക്ക് കോസ്റ്റ് വരും. പക്ഷേ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 month കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമുക്ക് റിട്ടേൺ എടുക്കാനായിട്ട് സാധിക്കും. ഒരു മാസം നമ്മൾ ഒരു 10 ടൺ പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് റീസൈക്കിൾ ചെയ്താൽ മതിയോ. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റിക്ക് നമുക്ക് ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് കോമ്പറ്റീഷൻസ് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ മേക്ക് ചെയ്യുന്ന ഫൈബർ ഫോംസ് നമ്മൾ പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഫൈബർ ഫോം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടോട്ടലായിട്ട് കോസ്റ്റ് വരുന്നത് ഒരു 25 റുപ്പീസ് അല്ലെങ്കിൽ 26 റുപ്പീസാണ് കോസ്റ്റ് വരുള്ളൂ. പക്ഷേ നമുക്ക് ഇതൊരു 1 kg 100 to 130 റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതാണ് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസായിട്ട് വരുന്നത്. പ്രൈസ് ഓരോ ടൈമിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മിനിമം ഒരു 4 ടൈം റിട്ടേൺ കിട്ടുന്ന ഒരു റീസൈക്ലിംഗ് ഐഡിയ ആണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത്. ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്തരം കമ്പനികളിൽ പോയി അപ്രൂവലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പറയണത് നമ്മളവിടെ പോയിട്ട് അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫൈബർ ഫോംസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സപ്ലൈസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈവൻ ക്രെഡിറ്റ് പോയി കഴിഞ്ഞാലും ക്രെഡിറ്റിന് അവർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളൊരു രീതിയിൽ നമ്മുടെ ലിക്വിഡിറ്റിനെ ബാധിക്കില്ല. കാരണം ക്രെഡിറ്റിൻ്റെ പർച്ചേസ് ചെയ്താലും നമുക്കൊരു ഇനീഷ്യലി 30 to 40% ഒക്കെ കമ്പനികൾ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് 25 രൂപ കോസ്റ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ലിക്വിഡിറ്റിക്ക് ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് റീസൈക്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് എന്ന് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എന്നെ പറ്റുന്ന ഇതിന് ക്ലിയർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഇത്തരം ബിസിനസ് ചെയ്യുന്ന കമ്പനികളിലെ ഒരു വീഡിയോ നമ്മൾ ഡെഫിനറ്റായിട്ട് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.